യേശു മിശിഹായിലേറെ സ്നേഹിക്കപ്പെടുന്ന പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ആണ്ടുവട്ടത്തിലെ 20ാമത്തെ ഞായറാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ ദിവസത്തിൽ നമ്മൾ വായിച്ചു കേട്ട വചനഭാഗങ്ങളൊക്കെ ദൈവം മനുഷ്യവംശത്തിനൊരുക്കുന്ന രക്ഷയെക്കുറിച്ചാണ്. അത് സകല ജനത്തിനും വേണ്ടിയുള്ള ഒരു രക്ഷയാണ് എന്ന് കൃത്യമായിട്ടും വചനത്തിൽ നമുക്ക് കാണാൻ പറ്റും. അതായത് വിദേശികളും പരദേശികളും സ്വദേശികളുമാണ് എല്ലാവർക്കും വേണ്ടിയുള്ള സുവിശേഷമാണ്. ഈശോയുടെ ജനന സമയത്ത് മലാഖമാർ സഘോഷം പ്രകീർത്തിച്ചൊരു കാര്യമാണ്. അതായത് സകല ജനത്തിനും വേണ്ടിയുള്ള സദ്വാർത്ത. അതാണ് യേശുക്രിസ്തു സുവിശേഷമായിട്ട് നമ്മൾ കാണുക. അതായത് നമുക്കറിയാം, സുവിശേഷം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അതൊരു സുവിശേഷമായിരിക്കണം. ഈശോയുടെ അടുത്ത് വരുന്നവർക്ക് കാശ് കിട്ടും എന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും അത് എല്ലാവർക്കും സുവിശേഷമാകണമെന്നില്ല. ഒത്തിരി കാശുള്ളവർക്ക് അത് പലപ്പോഴും അത് സുവിശേഷമാകണമെന്നില്ല. രോഗശാന്തി കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക്, ആരോഗ്യമുള്ളവരുടെ കാര്യം വരുമ്പോൾ പലപ്പോഴും അതൊക്കെ അത് സുവിശേഷമാകണമെന്നില്ല. പക്ഷേ ദൈവം ഒരുക്കുന്ന രക്ഷയുടെ പ്രത്യേകത അത് സകലർക്കും വേണ്ടിയുള്ള, എല്ലാവർക്കും ആവശ്യമുള്ളതും അത് എല്ലാവരും ആഗ്രഹിക്കുന്നതുമായൊരു കാര്യമാണ്. അത് ഇന്ന സ്ഥലത്തുള്ള ആൾക്കാരോ അല്ലെങ്കിൽ ഈ ഒരു ഭാഷയിൽപ്പെട്ട ആൾക്കാർ മാത്രമോ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽപ്പെട്ടവരോ ഒരു മതത്തിൽപ്പെട്ടവരോ മാത്രമല്ല, സകലർക്കും വേണ്ടിയുള്ള സുവിശേഷമാണ്. ഇതാണ് വചനത്തിൽ നമ്മൾ കാണുക. ഒത്തിരിയേറെ വർഗീയതകളൊക്കെ ഇങ്ങനെ വ്യാപരിക്കുന്ന കാലഘട്ടത്തിൽ വചനം നമുക്ക് തരുന്നത് ഇതിനൊക്കെ അപ്പുറത്താണ് ദൈവത്തിൻ്റെ സ്നേഹവും കരുതലും. അതായത് എല്ലാ മനുഷ്യരും രക്ഷിക്കപ്പെടണമെന്നും എല്ലാവരും സത്യം അറിയണമെന്നുള്ളത് ദൈവത്തിൻ്റെ വലിയ ആഗ്രഹമാണ്. പ്രിയപ്പെട്ടവരെ, വചനഭാഗത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളെ ദൈവം പഠിപ്പിക്കുന്നൊരു കാര്യമാണ്. അതായത് മനുഷ്യൻ്റെ രക്ഷ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹമാണ് എന്ന്. വീണ്ടും നമ്മൾ ഇന്ന് വായിച്ചു കേട്ട സുവിശേഷം, മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 21 മുതലുള്ള തിരുവചന ഭാഗങ്ങളോട് കടന്നുപോയപ്പോൾ ഒരു കാനാൻകാരി സ്ത്രീ, വിജാതീയ സ്ത്രീയാണ്, ഈശോയുടെ അടുക്കൽ വന്ന് ഈശോയോട് പ്രാർത്ഥിക്കുന്നത്. ഈശോയുടെ ശിഷ്യന്മാരോടും ഒക്കെ പറയുന്ന കാര്യമാണ്, എൻ്റെ മകള് പിശാച് ബാധിതയായിട്ട് അവൾ ക്രൂരമായി അവളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, അവളെ സുഖപ്പെടുത്തണം. ഒരു കാനാൻകാരി സ്ത്രീക്ക് ഈശോയുടെ അടുക്കലേക്ക് വരേണ്ട യാതൊരു കാര്യവുമില്ല. പക്ഷേ അവളുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ അവൾ ക്രിസ്തുവിനെ അറിയുകയും ഈശോയുടെ അടുക്കൽ ചെന്ന് കഴിഞ്ഞാൽ അവളുടെ ഈ ഒരു പ്രശ്നത്തിൻ്റെ പരിഹാരം കണ്ടെത്താൻ സാധിക്കും എന്നുള്ള ഉറച്ച വിശ്വാസം അവൾക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈശോയുടെ അടുക്കലേക്ക് അവൾ വന്നുകൊണ്ട് ഇത്രമാത്രം ഒരു വലിയ ഒരു പെർസീവിയറൻസോടുകൂടെ ഈശോയുടെ അടുക്കൽ വരിക. ഈശോയുടെ അടുക്കൽ വന്നു കഴിഞ്ഞ് ഈശോയുടെ അടുത്ത കാര്യങ്ങളെല്ലാം പറയുമ്പോൾ വളരെ പരുഷമായ രീതിയിൽ ഈശോ സംസാരിക്കുന്നത് പോലൊക്കെ തോന്നിപ്പോകും. അതായത് ഞാൻ വന്നിരിക്കുന്നത് ഇസ്രായേൽ ജനത്തെ അവിടുത്തെ ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു സുവിശേഷം പ്രഘോഷിക്കാനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൾ പറയുമ്പോൾ നമുക്കൊക്കെ ആണെങ്കിൽ വലിയ ആന്തരിക മുറിവുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത്രയും കഷ്ടപ്പെട്ട് ഈശോയുടെ അടുക്കൽ വന്ന് ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണോ എന്നോട് പറയുന്നത് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ഈ ഒരു ജീവിതത്തിൽ അല്ലെങ്കിൽ വിശ്വാസത്തിൽ നിന്നൊക്കെ തെറ്റിപ്പോകാൻ പറ്റും. പക്ഷേ അവളുടെ വിശ്വാസത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത ദൈവത്തെ പോലും അമ്പരപ്പിക്കുന്ന, അതിശയിപ്പിക്കുന്ന ഒരു വിശ്വാസമായിരുന്നു. എൻ്റെ ജീവിതത്തിൽ കർത്താവേ, നീ മാത്രമാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു അഭയം. നീ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് ചെയ്തു തരുമെന്നുള്ള വിശ്വാസത്തോടെയാണ് അവൾ അവിടെ വന്നിരുന്നത്. അവളുടെ ആഗ്രഹിച്ച കാര്യം നേടിയെടുക്കാനായിട്ട് അവൾ കാണിക്കുന്ന ആ ഒരു തീക്ഷ്ണത കണ്ടിട്ടാണ് ഈശോ പറയുന്നത്, ഇസ്രായേലിൽ പോലും ഇതുപോലെ ഒരു വലിയ വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. ദൈവത്തെ പോലും അതിശയിപ്പിക്കുന്നൊരു വിശ്വാസം. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വചനഭാഗത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ എന്തുമാത്രം പ്രാധാന്യം ഈ ഒരു വിശ്വാസത്തിലാണ്. പലപ്പോഴും ഒരു ചെറിയ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഒക്കെ ഉണ്ടാകുമ്പോൾ തകർന്നു പോകുന്ന ഒരു വിശ്വാസത്തിൻ്റെ ഉടമയാണോ ഞാൻ എന്ന് നമ്മളോട് തന്നെ ചോദിക്കുക. വിശ്വാസം, ആഴമായ വിശ്വാസ ബോധ്യത്തോടെ കർത്താവിനെ സമീപിക്കുമ്പോൾ അത് നമുക്കെപ്പോഴും ഒരു വലിയ സൗഖ്യത്തിനും അതുപോലെ തന്നെ ഒരു വലിയ വിടുതലിനും ഒക്കെ കാരണമാകും. വിശുദ്ധ ഫൗസ്റ്റീനായിക്ക് ഈശോ സ്വയം വെളിപ്പെടുത്തിയ സമയത്ത് ഈശോ പറഞ്ഞ വലിയൊരു വാഗ്ദാനങ്ങളിൽ ഒന്നാണ്, അതായത് കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിക്കുന്ന ഏത് വ്യക്തിയെയും ഞാൻ അവൻ്റെ അവസാന നിമിഷവും ഞാൻ അവനെ കാത്തുപരിപാലിക്കും, അവന് നിത്യജീവന് ഉറപ്പാക്കി കൊടുക്കുമെന്നുള്ളത് ദൈവം കൊടുത്തൊരു വലിയ വാഗ്ദാനമാണ്. അതുകൊണ്ടാണ് കരുണയുടെ ഛായാചിത്രത്തിൻ്റെ താഴെ എഴുതി വച്ചിട്ടുണ്ട്, കർത്താവേ ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു,
ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കുന്നവരെ കർത്താവ് ഒരിക്കലും തള്ളിക്കളയത്തില്ല. ഈ ഒരു വലിയ ഒരു വിശ്വാസ ബോധ്യം നമ്മളിൽ നിറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഓരോ നിമിഷവും കർത്താവിനെ കരുണയിൽ ആശ്രയിക്കാൻ പറ്റും. ഇവിടെ കാനാൻകാരി സ്ത്രീ ഈശോയോട് വന്ന് പ്രണമിച്ച് ഈശോയുടെ അടുത്ത് പറയുന്ന കാര്യം ഇതാണ്: കർത്താവേ, എന്നെ സഹായിക്കണമേ. അതിനു മുമ്പ് അവർ പറഞ്ഞ കാര്യം, ദാവീദിൻ്റെ പുത്ര, എന്നിൽ കനിയണമേ. കർത്താവിൻ്റെ ആ കരുണ എന്ന് പറയുന്നത്, എനിക്ക് കർത്താവിൻ്റെ സ്നേഹവും കരുണയും ഒക്കെ സ്വീകരിക്കാൻ യോഗ്യതയൊന്നുമില്ല എങ്കിലും അതാണ് ദൈവത്തിൻ്റെ ആ കരുണയുടെ പ്രത്യേകത. ഒരു പാപിയോട് ദൈവത്തിന് തോന്നുന്ന ഏറ്റവും വലിയ സ്നേഹത്തിൻ്റെ പേരാണ് കരുണ. എന്തുകൊണ്ടാണ് ദൈവം ഇതുപോലെ കരുണ കാണിക്കുന്നത്? നമ്മളെല്ലാവരും നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ സ്നേഹം കാണിക്കുന്ന ഒരു ദൈവത്തെ നമ്മൾ ചേർത്ത് പിടിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതങ്ങളിൽ നമുക്ക് ഓരോ നിമിഷവും അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് പെരുമഴ പോലെ കടന്നു വരുന്നത് കാണാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ പരിശുദ്ധ കുർബാനയിൽ ഈ വചനഭാഗം ധ്യാനിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇതുപോലെ ആഴമായ ഒരു വലിയ വിശ്വാസം, ബോധ്യം നിറയുവാനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയിൽ ദൈവത്തോട് ഐക്യപ്പെട്ടിരിക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതങ്ങളിലും ഇതേപോലെ മനോഭാവം ഉണ്ടെങ്കിൽ, കാനാൻകാരി സ്ത്രീയുടെ പോലെ ആഴമായ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നതൊക്കെ നമുക്ക് ലഭ്യമാകും. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന കാര്യം എനിക്ക് കിട്ടും അല്ലെങ്കിൽ ലഭിക്കും എന്നുള്ള ഉറപ്പോടുകൂടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുക. അതൊക്കെ നമ്മുടെയൊക്കെ വിശ്വാസ ജീവിതത്തിൽ നമ്മൾ ചോദിക്കുകയും നമ്മുടെ വിശ്വാസം തീഷ്ണതയൊക്കെ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, കർത്താവേ, ശിഷ്യന്മാർ പ്രാർത്ഥിച്ചതുപോലെ കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് നമുക്ക് ഈ പരിശുദ്ധ കുർബാനയിൽ പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ കുടുംബത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.